സ്ത്രീധനത്തിന്റെ ബാക്കിയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതൊക്കെ എന്റെ തറവാട്ടില് സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കാനുമില്ല മേടിക്കാനുമില്ല. ഞങ്ങൾ അത് ശീലിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണ്. ആണോ? പിന്നല്ലാതെ ഇവരുണ്ടല്ലോ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അവളെ വീട്ടിൽ കൊണ്ട് നിർത്തുമെന്നൊക്കെ പറഞ്ഞു. കൊണ്ട് നിർത്തട്ടെ, അതിനെന്താ? അയ്യോ അത് പറ്റത്തില്ല, അവക്ക് മുട്ടുവേന ഉള്ളതാ. അയ്യടാ പറ്റേ. പിന്നെ നിങ്ങളെ വീട്ടിൽ ചെന്ന് എന്തോട്ട് വിശേഷം? വിശേഷമല്ല ശരിക്കും. എന്താ? എനിക്കങ്ങ് വിഷമമാണ്. എന്താണ്? എന്റെ നാട്ടിലെ ഭാര്യയില്ലേ, അവക്ക് വയ്യാണ്ട് ആശുപത്രി കിടക്കുക. എന്റെ ദൈവമേ, എന്റെ ഭാര്യക്ക് ഒന്ന് പറ്റല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, അവളോട് മാത്രം ഇപ്പൊ സ്നേഹം ഇല്ലയോ? അതുകൊണ്ടല്ലേടി. പിന്നെ അവൾ ഇങ്ങോട്ടെങ്ങാനും മരിച്ചു ഇവിടെ വന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആദ്യം എന്നെ കൊള്ളും. ഞാൻ ചത്തു കഴിഞ്ഞാൽ നീ പിന്നെ വിധവയായിട്ട് വെള്ള സാരി കൊടുത്ത് നടക്കേണ്ടി വരും. നിങ്ങളുടെ പറച്ചിലേട്ടാ തോന്നുന്നു ഞാനിപ്പോ ചുമല സാരി കൊടുത്തോണ്ട് നിൽക്കുവാണെന്ന്. ഇത് വെള്ള സാരി അല്ലയോ? ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും പുതുവൽ നഗരത്തിൽ പൊന്നമ്മ. അയ്യോ അയ്യോ അയ്യോ, എന്തുവാ? നീ ആ മേഘത്തിനകത്ത് കയറിക്കോ, ഞാൻ ഈ മേഘത്തിനകത്ത് കയറാം. എന്തോ നീ ആ മേഘത്തിൽ കയറിക്കോ, ഞാൻ ഈ മേഘത്തിൽ കയറാം. എന്തുവാണ്ടോ പറയുന്നത്? വേണ്ട, നീ ഈ അല്ല വേണ്ട. അയ്യോ എടി, എന്റെ പെണ്ണുമ്പോൾ അവൾ ഇങ്ങോട്ട് വരുന്നത്. ആര് വന്നാലും ഞാൻ ചേട്ടനെ വിട്ടു കൊടുക്കത്തില്ല. ഇങ്ങോട്ട് എന്താ എന്താ? വെള്ളം വേണോ? വെള്ളം വേണോ? ഞാൻ എടുത്തോണ്ട് വരാം. പകുതി രക്ഷപ്പെട്ടു. ദൈവമേ, ഇതെങ്ങാനും കണ്ടോണ്ട് അവള് വരാതിരുന്നാ മതിയായിരുന്നു. വന്നാൽ എന്നെ ഒന്നുകൂടെ അവള് കൊല്ലും. അയ്യോ ചേട്ടൻ, എനിക്ക് എപ്പോഴേ അറിയാം എന്നെ നോക്കി നിൽക്കോ കൂട്ടിക്കൊണ്ട് പോകാനല്ലേ. പിന്നെ എന്ന് വെച്ചാൽ ഇവള് മലേഷ്യയിൽ ഇപ്പൊ അങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ. ചേട്ടൻ എന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? 15 വർഷമായിട്ട് ഞാൻ ഇവിടെ സന്തോഷിച്ചോണ്ടിരുന്നത്, നീ ഇങ്ങോട്ട് കയറി വന്നത് ഇല്ലാണ്ടാക്കിയില്ലേടി. ചേട്ടാ, ചേട്ടൻ അറിയാവോ, അടുത്ത 7 ജന്മത്തിലും ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ വരുന്നത്. അത് ശരി. ദൈവമേ, ഇതെന്റെ 7ാമത്തെ ജന്മമായിരിക്കണേ. പിന്നെ ഒരു കാര്യം, ചേട്ടൻ മരിച്ചു പോയപ്പോഴേക്കെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. അറിയാവോ? ഞാൻ ആ മരണത്തിന് മുഖാമുഖ രക്ഷപ്പെട്ടത്. മുഖാമുഖം രക്ഷപ്പെട്ടെന്ന്. എടി, കാലം കയറുമായിട്ട് പോത്തിന്റെ പുറത്ത് കയറിയപ്പോഴേ ഞാൻ പോത്തിന്റെ കാലെ വട്ടം പിടിച്ച്. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അയ്യോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ കൊണ്ടുവരല്ലേ, ഞാൻ അല്പസമയം കൂടെ ഇവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാ അവര് വരാഞ്ഞത്. എന്നാ പിന്നെ കാലിന്റെ കാലെ പിടിക്കാത്ത എന്താ ഇപ്പം? കൊള്ളാം. ദൈവമേ, കാലന്റെ കാലെ പിടിക്കുന്നതിന് ഒരു പരിധിയില്ലടി. അയാൾക്ക് വേറെ പണിയുണ്ടെന്ന്. അണ്ണാ അണ്ണാ പാല്. അണ്ണനാ? ആരുടെ അണ്ണൻ? എടി നീ സരളയല്ലേടി? സരളയാ. സരള. നീ എന്തിനാടി എന്റെ അണ്ണന് പാൽ വെള്ളം കൊടുക്കുന്നത്? അയ്യോ, അത് എനിക്കല്ല, നിനക്കാണ്. എനിക്കോ? ഇത് ഞങ്ങളുടെ ഇവിടുത്തെ വെക്കം ഡ്രിങ്കാ. നിങ്ങൾ എന്റെ അടുത്ത് ഡ്രിങ്ക് പരിപാടി കാണിക്കല്ലേ. സത്യം പറയുമ്പോൾ ആരാ പറഞ്ഞു കൊടുക്കണം ഞാൻ അണ്ണന്റെ ഭാര്യയാന്ന്? ഭാര്യ? ഞാനോ? നീ നാട്ടിലെ ഭാര്യ, ഇത് സ്വർഗത്തിലെ ഭാര്യ. അയ്യോ, അവള് സ്വർഗത്തിലെ. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാണല്ലേ? അയ്യോ, നിങ്ങൾക്കറിയാവോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോ ഞാനും എന്റെ കുഞ്ഞും എങ്ങനെ ജീവിച്ചെന്നറിയാവോ? അങ്ങനെ നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ മാസാമാസം നിന്റെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നുണ്ടായിരുന്നല്ലോ. ഏത് അക്കൗണ്ടില്? അതെടി, വിധവാ പെൻഷൻ വരുന്നില്ലെന്നോ? അത് ഞാൻ ഉണ്ടാക്കി തന്നാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. കണ്ടോ, അങ്ങാർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങാര് മരിച്ചു കിടന്നപ്പോഴും ഞാൻ തലക്കപ്പാട്ട് കിടന്ന് വാവിട്ട് കരഞ്ഞതാണ്. അവള് കരഞ്ഞെന്ന്. എന്താ കരഞ്ഞത്? എന്റെ ചെവിക്ക് കീഴെ ഇരുന്നിട്ട് എനിക്ക് കേൾക്കാം, എന്നെ കൂടെ കൊണ്ടുപോകും, എന്നെ കൂടെ കൊണ്ടുപോകാന്ന്. എനിക്ക് നീ അത് പറഞ്ഞില്ലേടി, എന്നെ കൂടെ കൊണ്ടുപോകാന്ന്. ഞാൻ ആ പെട്ടിക്കകത്ത് കിടന്ന് ദൈവത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, ദൈവം എന്റെ കൂടെ വിടല്ലേ, എന്റെ കൂടെ വിടല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. മരിച്ചു കിടക്കുമ്പോ പോലും ഇവക്ക് ബേക്കറി സാധനം തിന്നണമെന്നായിരുന്നു ആഗ്രഹം. എന്തോ ബേക്കറി? എനിക്കറിയുണ്ടേ, എനിക്കറിയുണ്ടേ, എനിക്കറിയുണ്ടേ. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ ചേട്ടനെ വിട്ടു തരത്തില്ല. എനിക്ക് ചേട്ടനോട് ജീവിച്ചാൽ മതി. എന്റെ ഭർത്താവാണ്, ഞാൻ കൊണ്ടുപോകും. അല്ല, ഇത് എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവാണ്, ഞാൻ കൊണ്ടുപോകും. എന്റെ ഭർത്താവ്. അത് നിർത്ത്. അക്കി സിക്കി വൈക്കം പൊക്കോ. ഞാൻ പോവാണ്. തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. എന്താണ്? നിങ്ങളുടെ സ്വത്തിനുള്ള അവകാശം എനിക്കും ഉണ്ട്. നീ ഭൂമിയിലെ ഭാര്യയല്ലേ, ഞാൻ സ്വർഗത്തിലെ ഭാര്യ. എനിക്ക് അപ്പൊ അവകാശം ഉള്ളത്. ഇങ്ങനെ ചെലവിന് തരാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചു കൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അറിയാവോ? എന്തൊക്കെ പറയുന്നത്? ജാത്യാലുള്ളത് തൂത്താ പോവോടി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.